ദൈവത്തെക്കുറിച്ച് ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ലോകത്തിൽ. ദൈവമില്ലെന്ന് പറയുന്നവരുണ്ട്, ഇവരാണ് നിരീശ്വരവാദികൾ. ദൈവം ഉണ്ടെങ്കിലും നമുക്കറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്ന അഗ്നോസ്റ്റിക്സ് ഉണ്ട്. എല്ലാം ദൈവമാണെന്ന് പറയുന്ന പാൻതീസ്റ്റ് ഉണ്ട്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്യം ഞാൻ പറയാം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവരും കാണാൻ കഴിയാത്തവരുമായ ആ മഹാദൈവം, കാണാനൊക്കാത്തൊരു ദൈവം, മനുഷ്യർക്ക് കാണാൻ കഴിയയില്ല. ഈ പ്രപഞ്ചത്തെ ശൂന്യത്ത് വിളിച്ചു വരുത്തിയ മഹാദൈവം ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത ദൈവമാണ്. അവൻ സർവവ്യാപിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്. ശൂന്യതയിൽ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്ക് കൽപ്പിച്ച് ദൃശ്യവും അദൃശ്യവുമായ കോടി കോടി ജ്യോതിർമണ്ഡലങ്ങളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ വിളിച്ചു വരുത്തിയവനാണ് എൻ്റെ ദൈവം. ഈ ഭൂമി ചെറിയൊരു ഗോളമായ 40,000 കിലോമീറ്റർ ചുറ്റുള്ള ഒരു പ്ലാനറ്റ്. ഇതിൻ്റെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട് സൂര്യൻ താരതമ്യേന ചെറിയൊരു നക്ഷത്രമാണ്. അതുപോലെയുള്ള 40,000 കോടി നക്ഷത്രങ്ങളുണ്ട് മിൽക്കി വേ ഗാലക്സിയിൽ, നമ്മുടെ ഗാലക്സിയിൽ. അതുപോലെയുള്ള കോടി കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യബുദ്ധി കൊണ്ട് ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്ത, ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ സങ്കല്പത്തിൽ പോലും എത്തിപ്പെടാൻ കഴിയാത്ത അതിവിശാലമായ പ്രപഞ്ചം, ഒരു മഹാപ്രപഞ്ചം, അതിനെ സൃഷ്ടിച്ചവനാണ് എൻ്റെ ദൈവം. അവനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞാൻ വിളിക്കുന്നത്. അവനെയാണ് അബ്ബാ പിതാവേ എന്ന് ഞാൻ വിളിക്കുന്നത്. ആ ദൈവമാണ് എൻ്റെ ദൈവം. കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിൽ പിന്നെങ്ങനെ ദൈവത്തെ അറിയുന്ന? മനുഷ്യൻ ലോകത്തെ അറിയുന്ന 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യർക്ക് അറിവ് കിട്ടുവാൻ. നമ്മുടെ തലച്ചോറിൽ അറിവ് കിട്ടുന്നത് ഈ 5 വഴികളിലൂടെയാണ്. എന്നാൽ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല, ദൈവത്തെ കൈകൊണ്ട് തൊടാനൊക്കത്തില്ല, ദൈവത്തെ മൂക്കുകൊണ്ട് മണക്കാനൊക്കത്തില്ല, നാക്കുകൊണ്ട് രുചിക്കാനൊക്കെയില്ല, ചെവി കൊണ്ട് കേൾക്കാനൊക്കത്തില്ല. ഈ ദൈവത്തെ എങ്ങനെ അറിയും? ലോകമതങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ ദൈവം ഇരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ചെല്ലുക. അങ്ങനെയാണ് തീർത്ഥാടനമുണ്ടായത്. ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെന്ന് ആളുകൾ പറയുമ്പോൾ അവിടേക്ക് കൂട്ടമായി പോവുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ആളുകൾക്ക് പൊതുവെ ഒരു സങ്കല്പമുണ്ട്. എന്നാൽ ദൈവം കാണാൻ കഴിയാത്തവൻ, നമുക്ക് കാണാൻ കഴിയാത്തവനാണ് എങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത സർവ്വവ്യാപിയാണെങ്കിൽ എവിടെ ചെന്ന് കാണാനൊക്കും? മനുഷ്യന് അങ്ങോട്ടേന്ന് ദൈവത്തെ കാണാൻ കഴിയുകയില്ല, അങ്ങോട്ടേന്ന് ദൈവത്തെ തൊടാൻ കഴിയുകയില്ല. ദൈവം അദൃശ്യൻ, നമുക്ക് കാണാൻ കഴിയാത്തവൻ. ദൈവത്തെ തേടി പോകുന്നവർ ദൈവത്തെ കാണുന്നില്ല. പിന്നെ എങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധമുണ്ടാകും? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നു. അതിൽ ഏന്തോടത്തിൽ പാപം ചെയ്ത മനുഷ്യ ദമ്പതികള്, വിലക്കപ്പെട്ട കരിപറിച്ചു വന്ന മനുഷ്യ ദമ്പതികള്, അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നഗ്നരായി, അവർക്ക് ദൈവ ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയമായി മരിച്ചു. അവർ ഏതും തോട്ടത്തിലൂടെ നിലവിളിച്ചോണ്ട് നടക്കണമായിരുന്നു. ദൈവമേ നീ എവിടെ, ദൈവമേ നീ എവിടെ? അങ്ങൊരു നിലവിളി ഏതും തോട്ടത്തിൽ കേൾക്കുന്നില്ല, മറിച്ച് മറ്റൊരു വിളി കേൾക്കുന്നു. ആദാമേ നീ എവിടെ? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തെ തേടി അങ്ങോട്ട് ചെല്ലുകയല്ല, പാപം ചെയ്ത മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വരികയാണ്. എന്ത് യോഗ്യതയും മനുഷ്യനുണ്ട്? ഒരു യോഗ്യതയുമില്ല, അയോഗ്യത മാത്രമേ ഉള്ളൂ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ പ്രതിമ ജീവിച്ചു എന്നല്ല, മനുഷ്യനെ ഉണ്ടാക്കി. അവൻ്റെ മൂക്കിൽ, അവനെന്ന് വിളിക്കത്തക്കവണ്ണം മൃഗജീവനുണ്ടായിരുന്ന ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ട് ആ ജീവിയുടെ മൂക്കിൽ ഊതിയ ജീവശ്വാസം ശ്വാസോച്ഛ്വാസമല്ല, അത് മൃഗങ്ങൾ കൊണ്ട് സസ്യങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മൂക്കിൽ ഊതിക്കൊടുത്ത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യൻ്റെ അകത്ത് ആത്മാവിനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ്റെ അകത്ത് ഒരു വിളക്ക് കത്തിച്ചു, ഒരു ദീപം കത്തിച്ചു. അതാണ് ആത്മാവ്. പാപം സംഭവിച്ചപ്പോൾ വിളക്ക് കെട്ടുപോയി. ഇന്നെന്താ ഈ കേരള സമൂഹത്തിൽ ചുറ്റുപാട് നിൽക്കുന്ന അതിഭയങ്കരമായ അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ. 7 വയസ്സുള്ള ബാലകനെ ഒരു മനുഷ്യൻ ചവിട്ടി കൊല്ലുന്നു. വേറൊരാൾ ഒരു ബാലികയുടെ തലക്കടിച്ച് തലപൊട്ടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കവർച്ചകൾ. പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത്. എന്താ കാരണം? വിളക്ക് കെട്ടുപോയി. അകത്ത് വിളക്കില്ല, അകത്ത് വെളിച്ചമില്ല, അകത്ത് ആത്മാവിൻ്റെ പ്രവർത്തനമില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി മനുഷ്യൻ നടക്കുകയാണ്. അയോഗ്യനായ മനുഷ്യൻ, തെറ്റുകാരനായ മനുഷ്യൻ, ദോഷിയായ മനുഷ്യൻ, അവനൊരിക്കലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയത്തില്ല എന്ന കാരണത്താൽ ദൈവം അവനെ തേടി വന്നു. അതിന് പറയുന്ന പേരാണ് കൃപ. കൃപയെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം, അൺമെറിറ്റഡ് ഗിഫ്റ്റ്. ഒരു മെറിറ്റുമില്ലത് കിട്ടിയവന്, ഒരു മെറിറ്റുമില്ലാത്തവന് ദൈവം കൊടുത്ത ദാനമാണ് കൃപ. അതുകൊണ്ട് കൃപ കിട്ടിയ ഒരുത്തനും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് തന്നെ തന്നെ പുകഴ്ത്താൻ ഒക്കത്തില്ല. കാരണം പുകഴ്ത്താനുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് കൃപ കൊടുത്തത്. പ്രൈസ് ദ ലോർഡ്. ദൈവസന്നിധിയിട്ട് എന്നെ നിങ്ങൾക്ക് അറിയാമോ, എൻ്റെ വിദ്യാഭ്യാസം അറിയാമോ, എൻ്റെ കുടുംബം അറിയാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര ആളുകൾ ഇന്ന ആളുകളുണ്ടെന്ന് അറിയാമോ? ഇതൊക്കെ പറയുന്ന കൃപയെക്കുറിച്ച് അറിവില്ലാത്തവന്. കൃപയുള്ളവൻ എന്താ പറയും? ആ പാപികളിൽ ഞാൻ ഒന്നാവൻ. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും മാത്രമാണ്. കൃപ മനുഷ്യനെ തേടി വന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നീ അങ്ങോട്ട് എന്ന് രക്ഷിക്കപ്പെട്ടതല്ല, ദൈവം ഇങ്ങോട്ട് വന്ന് നിന്നെ രക്ഷിച്ചതാ. നീ അങ്ങോട്ട് ദൈവത്തിൻ്റെ പുറകെ എന്നതല്ല, ദൈവം ഇങ്ങോട്ട് നിന്റെ പുറകെ വന്നതാ. അതാ കൃപ. കാരണം എന്താ? ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നാൽ ചിലർ സ്വീകരിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയുന്നത്? പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വെളിപ്പെടുത്തലാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. ഹൃദയം കൊണ്ടുള്ള കാഴ്ചയ്ക്ക് ആ വെളിപ്പാടെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ദൈവത്തെ അറിയുവാനുള്ള കാരണം അകത്തെ കണ്ണ് ദൈവം തുറന്നു. ഈ ലോകത്തിലെ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി, മനസ്സിൻ്റെ കണ്ണ് കുരുടാക്കി. അതുകൊണ്ട് ദൈവത്തെ അവർക്ക് കാണാൻ കഴിയയില്ല, ദൈവശബ്ദം കേൾക്കാൻ കഴിയയില്ല. ദൈവശബ്ദം കേൾക്കുന്ന ഈ ചെവിയിലല്ല, ഹൃദയത്തിലാണ്. ദൈവത്തെ കാണുന്ന ഈ കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ദൈവവുമായി നമ്മൾ സംസാരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. നമ്മുടെ ഹൃദയമാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ പേരാണ് റെവലേഷൻ നോളജ്. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭൗതികമായ സാഹചര്യം കൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് റെവലേഷൻ നോളജ് വേണം, ഒരു വെളിപ്പാട്. എന്തോ വെളിപ്പാട്. ഇതുവഴി ഒരാൾ നടക്കുന്നുണ്ട്, ഇതിനിടയിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അവൻ തേജസ്സിൻ്റെ കർത്താവാ. അത് ആണിപ്പാടേറ്റ് കൈകളുള്ളവനാ. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനാ. ഇത് വെളിപ്പാടിൽ കാണണം. അവൻ്റെ തിരുസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വെളിപ്പാടിൽ കാണണം. അവൻ്റെ ആത്മാവിൻ്റെ കാറ്റിവിടെ വീശുന്നുവെന്ന് വെളിപ്പാടിൽ കാണണം. ഹൃദയം കൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഞാൻ മീറ്റിങ്ങിന് വരുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഹൃദയം കൊണ്ട് ഈ മീറ്റിങ്ങിനെ കാണും.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിനെ കാണും. എങ്ങനെ കാണും? ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഒരു മേഘം പോലെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ആ മേഘത്തിൽ നിന്ന് ഒരു നൂൽ മഴ പെയ്തിറങ്ങുന്നു. ആ നൂൽ മഴയുടെ നിറം പൊന്നിൻ്റെ നിറമാണ്. ഞാൻ പണ്ടിത് പ്രസംഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പൊന്നിൻ്റെ നിറമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന്. എന്നാൽ സെക്കരിയാവിൽ വായിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അഭിഷേകത്തിനുള്ള എണ്ണയെക്കുറിച്ച് പൊൻനിറമായ എണ്ണ. അപ്പോൾ ഇവിടെ പെയ്തിറങ്ങുന്ന പൊൻനിറമുള്ള അഭിഷേകത്തിൻ്റെ എണ്ണ ഇന്നിവിടെ പെയ്തിറങ്ങുകയാണ്. വെളിപ്പാടിൽ കാണണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിനും വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതി അറിയിച്ചതാ. റോമൻ ചക്രവർത്തി അരിശിവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടാൽ ഇവരെ ശുശ്രൂഷ തീരുവന്ന്. പക്ഷെ അവിടെ ഇട്ടത് കൊണ്ട് ഇന്ന് രാത്രിയും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ പ്രസംഗിച്ച് അവൻ എഴുതിയ വചനം ഇവിടെ എടുത്ത് പ്രസംഗിക്കുകയാണ്. ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്റെ ശുശ്രൂഷ കളയാനൊക്കത്തില്ല. ആര് വിചാരിച്ചാലും നിന്നെ തൊടാൻ കഴിയത്തില്ല. സ്വർഗസ്വനായ പിതാവ് അറിയാതെ നിന്റെ തലയിലെ മുടി താഴെ വീഴുകയില്ല. അവരുടെ ശുശ്രൂഷ കാലത്തുകയോളം അവർക്ക് ഹാനി വരുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വെളിപ്പാടിൽ വായിക്കുന്നു. 2 സാക്ഷികൾ ആന്റിക്രൈസ്റ്റ് ഭരിക്കുമ്പോൾ അവനെതിരെ യെരുശലേമിൽ പ്രസംഗിക്കുകയാണ്. അവനെ കൊല്ലുവാനായിട്ട് പട്ടാളക്കാർ വന്നു, വെടിവെച്ചു. പക്ഷെ അവർ ചത്തില്ല. അവരെ കൊല്ലാൻ വരുന്നവരെല്ലാം മരിച്ചു താഴെ വീണു. അവരുടെ ശുശ്രൂഷാകാലം 3.5 വർഷമായിരുന്നു. അത് തികയുവോളം അവർക്ക് ഹാനി വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവം നിനക്ക് വേണ്ടി കുറിച്ചു വെച്ച ഒരു സമയമുണ്ട്. ആ സമയം തികയുന്നത് വരെ അന്ത്യക്രിസ്തുവല്ല ആരെല്ലാം നിനക്കെതിരെ പോരാടിയാലും ഒരു ഹാനിയും വരുത്താൻ കഴിയുകയില്ല. ഹൃദയത്തിൽ ബോധ്യമുള്ളവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We praise you, Lord. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ഈ ലേഖനത്തിൽ ആദ്യത്തെ ഭാഗം ഇതാണ്. മുഖവര പറഞ്ഞിട്ട് പറയുക, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഒന്നും ബാക്കി കിട്ടാനില്ല. സ്വർഗത്തിലെ സകല അനുഗ്രഹവും നമുക്ക് തന്നു. അതിന് വെളിപ്പെട്ടാൽ മതി. പുതുതായിട്ടൊന്നും തരണ്ട. സഭയ്ക്ക് അവൻ സകല അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ സകല അനുഗ്രഹം എന്ന് താഴോട്ടുള്ള വാക്യങ്ങളുടെ 7 അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുവനന്തപുരത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു അന്നം എതിർത്തെടുക്കേണ്ടതിന് അവർ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, ലോകസ്ഥാപനത്തിനു മുമ്പ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്നാ തെരഞ്ഞെടുപ്പ്? ആ മീറ്റിങ്ങിന് പോയപ്പോൾ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. അന്ന് എന്നെ തെരഞ്ഞെടുത്തല്ല. അന്നല്ല തെരഞ്ഞെടുത്തത്. നീ ജനിച്ചപ്പോഴാണോ? അല്ലല്ല. ലോകസ്ഥാപനത്തിന് മുൻപ്. വെളിപ്പാടിൽ കാണണം അത്. ഹൃദയം കൊണ്ട് കാണണം അത്. യുക്തിയുക്തമായി ചിന്തിച്ചല്ല അറിയേണ്ടത്. അകത്ത് വെളിപ്പാട് കയറണം. എന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തു,
ഈ ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് സൂര്യനെ കവിയുന്ന വെളിച്ചം മിന്നി. അവൻ താഴെ വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ന ശബ്ദം കേട്ടു. ജാതികൾക്ക് എന്നെ സാക്ഷിയായി നിൽക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണെന്ന് പറഞ്ഞു. ശൗൽ വിചാരിച്ച അന്നാ ദൈവം കണ്ടതെന്ന്. ഗലാത്യലേഖനത്തിൽ അവർ എഴുതി, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച എൻ്റെ ദൈവം. അന്നല്ല കണ്ടേ, ജനിച്ചപ്പം മുതലേ ദൈവത്തിൻ്റെ നോട്ടം എൻ്റെ മേലുണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ മനസ്സിലായി, ജനിച്ചപ്പോഴല്ല, ലോകസ്ഥാപനത്തിന് മുൻപ്. അകത്തോട്ട് കയറട്ടെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാ. ദൈവത്തിന് തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ദൈവത്തിൽ വന്നിരിക്കുന്നത്. അവരെ തിരഞ്ഞെടുക്കാൻ എന്താ, ഇവരെ തിരഞ്ഞെടുക്കാൻ അതിൻ്റെ ചോദ്യമല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആരെയൊക്കെ തിരഞ്ഞെടുക്കുക ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അവിടെ ഡെമോക്രസി ഇല്ല, അവിടെ സമത്വമൊന്നുമില്ല. അവന് ഇഷ്ടം തോന്നണമെന്ന് അവന് ഇഷ്ടം തോന്നുന്നു. അവൻ ധന്യനായ ഏകാധിപതിയാ, അവൻ രാജാതി രാജാവാ. ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം അവനില്ല. നിന്നെ തിരഞ്ഞെടുത്തോ നിന്റെ ഭാഗ്യം, നിന്നെ തിരഞ്ഞെടുത്തത് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവം തിരഞ്ഞെടുത്തവനാണ് നീ, വെറുതെ വന്നു കയറിയതല്ല. മഴക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ മലയിൽ നിന്ന് വെള്ളം ഒഴുകി ആറ്റിൽ കൂടെ പടിഞ്ഞാറൻ നാട്ടിൽ വരും. ഞാൻ പടിഞ്ഞാറൻ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. അതിനകത്ത് വൃക്ഷങ്ങളുടെയൊക്കെ കായെല്ലാം ഒഴുകി വന്നിട്ട് വെള്ളം താഴുമ്പോൾ ആറ്റ് തീരത്ത് ഉള്ള എക്കലിൽ അത് വളരാൻ തുടങ്ങും. അങ്ങനെ ആറ്റ് തീരത്തൂടെ പോയാൽ പല പാഴ്മരങ്ങളും നിൽക്കുന്ന കാണാം. അതെങ്ങനെ വന്നാ? വെള്ളപ്പൊക്കത്തിൽ വന്നതാ, തന്നെ കെടുത്തതാ. പിന്നെ വലിയൊരു വെള്ളം വരുമ്പോൾ അത് ഒഴുകിയും പോവും. എന്നാൽ നീ നടുതലയാ, നിന്നെ ദൈവം നട്ടതാ. നീ ഒഴുക്കത്ത് വന്ന് കയറിയതല്ല, ദൈവം നിന്നെ നട്ടതാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ദൈവം നിന്നെ നട്ടതാണ്. നീ തിരഞ്ഞെടുക്കപ്പോൾ ഉറപ്പുള്ളവരെന്നോട് ചേർന്ന് പറയണം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ധൈര്യമായിട്ട് പറ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഇനി ഒന്നും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ലോകത്തെ പേടിക്കണ്ട, പിശാചിനെ പേടിക്കണ്ട. ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പിനകത്തു നീ പെട്ടു. ഇതെങ്ങനെ സാധിച്ചു? കൃപയാൽ. എന്താ കൃപ? യോഗ്യതയില്ലാത്തവരും ദൈവം കൊടുത്ത ദാനം. എൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എനിക്കുണ്ടായി. നിൻ്റെ അമ്മ നിന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. നിൻ്റെ അപ്പൻ നിന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. നിന്റെ നാട്ടുകാർ നിന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. ദൈവം നിന്നെ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു. നിന്റെ പേരവൻ്റെ പുസ്തകത്തിൽ അവൻ എഴുതി വെച്ചു. നിന്നെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ വിചാരങ്ങൾ അനവധിയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു നീ ജനിക്കുന്നതിന് മുമ്പ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ഭൂമിയിൽ ജനിച്ച ഒരാളാണ് നീ. അറിയുന്നില്ലത്. കാരണം പിശാച് അത് നിന്നെ അറിയിക്കാൻ സമ്മതിക്കയില്ല. നീ ഏറ്റവും സാധാരണക്കാരനാണെന്നും ഒരു പ്രത്യേകത ഇല്ലാത്ത ആളാണെന്നും തെറ്റിപ്പോകുന്ന ആളാണെന്നും ഒക്കെ എപ്പോഴും പിശാച് പറഞ്ഞ് നിന്നെ താഴ്ത്തിയിട്ടേക്കും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. എന്നാൽ നിത്യ സ്നേഹം, ഇറ്റേണൽ ലവ്, എന്താണ് അതിൻ്റെ അർത്ഥം? നിത്യതയ്ക്ക് ഇടയ്ക്ക് മുറിവില്ല. തുടങ്ങിയാൽ തീരുന്നവര് തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്ത നിത്യത. അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് ദൈവം നിന്നുള്ള സ്നേഹം മുറിക്കത്തില്ല. ഇത്രയും ആളാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ ഞാൻ സ്നേഹിച്ചു, ഇപ്പം എനിക്ക് മനസ്സിലായി നീ ഇത്രയും ആളാണെന്ന്, അതുകൊണ്ട് എൻ്റെ സ്നേഹം തീർന്നു ദൈവം പറയത്തില്ല. നിത്യ സ്നേഹമാണ്. എന്ന് നിന്നെ സ്നേഹിച്ച ആ സ്നേഹം ഇന്നുമുണ്ട്. നീ പുറകോട്ട് പോകുമ്പോഴും അവൻ്റെ കൃപ നിന്റെ പുറകെ വരികയാ. നീ വീഴുമ്പോഴും അവൻ്റെ കൃപ നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുക.
നിന്നെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹം നിന്നെ വിടത്തില്ല. അവൻ നിന്നെ പിടിച്ചെങ്കിൽ നിന്നെ വിടത്തില്ലവൻ. അവൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുകയാണ്. നീ അല്ല അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്, അവനാണ് നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ മുൻനിർത്തേണ്ടതിന് നീ ചെന്ന് നിൽക്കുകയല്ല, അവൻ നിർത്തുക നിന്നെ. ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം തന്നെ നിർത്തിയിരിക്കുക. ഇന്നെങ്ങനാ ഈ മീറ്റിങ്ങിന് വന്നത്? വീൽ ചെയറിൽ ആരെങ്കിലും വന്നോ? എനിക്കറിയത്തില്ല. ആരെങ്കിലും വടി കുത്തിപ്പിടിച്ച് വന്നോ? ആരെങ്കിലും കസേരയിൽ എടുത്തുകൊണ്ട് വന്നോ? എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ വന്ന് ഇതുപോലെ ഇത്രയും നേരം ഇവിടെ ഇരിക്കത്തക്കോണം സൗകര്യവും ആരോഗ്യവും അവസരവും തന്നത് ആരാ? തന്നത് ദൈവത്തിൻ്റെ കൃപയാ. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ 10,000-കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ ഉണർന്നില്ല. മണ്ണദൂതൻ അവരെ കൊണ്ടുപോയി. പക്ഷെ ഇന്ന് രാവിലെ നീ ഉണർന്നു. എങ്ങനെ ഉണർന്നു? അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ. സകലവും അറിയുന്ന ദൈവം, മുൻകൂട്ടി സകലവും അറിയുന്നവനാ. അവൻ സർവജ്ഞാനിയാ. ഈ മീറ്റിങ്ങിന് നീ വരുമെന്ന് ദൈവത്തിനറിയാം. കാരണം അവനാ കൊണ്ടുവരുന്നത്. അവൻ്റെ ആത്മാവ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വന്ന് ഏത് ചെയറിൽ നീ ഇരിക്കുമെന്ന് 100 കൊല്ലം ദൈവത്തിനറിയാം, 1000 കൊല്ലം ദൈവത്തിനറിയാം, ലോകസ്ഥാപനം ദൈവത്തിനറിയാം. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ വരാൻ അവൻ സമ്മതിക്കുകയില്ല. എന്ന് ഇതിന് നടുവിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്, യേശു ക്രിസ്തു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഓർമ്മയില്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല, നിങ്ങളുടെ തലയിൽ കൃത്യമായി എത്ര തലമുടിയുണ്ടെന്ന് അവനറിയാം. ഒരു മുടി താഴെ വീഴുന്ന അവൻ്റെ അറിവോട് കൂടെയാണ്. തലമുടി മാത്രമല്ല, നിന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടെന്ന് അവനറിയാം. ആ കോശങ്ങൾ, രോഗമുള്ള കോശങ്ങൾ ഏതാണെന്ന് അവനറിയാം, ആരോഗ്യമുള്ള കോശങ്ങൾ ഏതാണെന്നറിയാം. നിന്റെ ശരീരത്തിൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് അവനറിയാം. നിന്റെ ശരീരത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗബന്ധനം എവിടെയാണെന്ന് അവനറിയാം. ഇന്ന് രാത്രി വന്നിരിക്കുന്നവൻ സാധാരണക്കാരനല്ല. അവൻ മെഡിക്കൽ ഡോക്ടേഴ്സിനേക്കാൾ സ്പെഷ്യലിസ്റ്റാണ്. അവൻ ദൂരത്ത് നിന്നുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് നിന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തെ സ്കാൻ ചെയ്യുമ്പോൾ അവനറിയാം നിന്റെ രോഗങ്ങൾ എവിടെയാണ്, താഴ്ചകൾ എന്ന്. അതറിയുക മാത്രമല്ല, അവിടെ അവൻ സൗഖ്യം വരുത്തുന്നു. നിന്റെ ആന്തരിക അവയവങ്ങൾക്ക് രോഗവുമായി നീ വന്നിരിക്കുന്നെങ്കിൽ ഇവിടെ കീറി മുറിച്ച് ചോര ഒഴുക്കാതെ നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ വചനം, ശക്തിയുള്ള വചനം അയച്ച് അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തിയുടെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത്ഭുത രോഗശാന്തിയുടെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ വെളിപ്പാട് ഇന്ന് രാത്രി കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നീ ആരാകണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ് നീ അറിയേണ്ടത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ചെന്ന് ചേരുന്നില്ല എന്ന വാക്കിൻ്റെ അർത്ഥം. അമാർട്ടിയ എന്ന വാക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചത്. അമാർട്ടിയ. ഏതൻസിലെ ഒളിമ്പിക്സ് കളിക്കളങ്ങളിൽ അമ്പെയ്ത്ത് മത്സരമുണ്ട്. ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത് വിടുമ്പോൾ കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ചോ, ബുൾസൈ എന്നറിയപ്പെടുന്ന ആ ലക്ഷ്യത്തിൽ തറച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അമ്പയർ നിൽപ്പുണ്ട്. ലക്ഷ്യം മാറിപ്പോയെങ്കിൽ അവൻ വിളിച്ചു പറയും, ഹമാർട്ടിയ. അതിനർത്ഥം ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഇതാ പാപം. ദൈവം നിന്നെക്കുറിച്ച് കണ്ടുവച്ച ലക്ഷ്യത്തിൽ നീ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാ പാപം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നീ ചെല്ലാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ. നീ നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന വഴികൾ. നിന്റെ ജീവിത പാതയിൽ നിന്നെ തകർത്ത് കളയുവാൻ നിനക്ക് വിരോധമായി കൂട്ടം കൂടി ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അവൻ അവരെ ചതറിക്കുന്നു. എന്ന്
ഇന്ന് രാത്രി അവരുടെ ആയുധങ്ങളെ നിഷ്ഫലമാക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്നോട് കൂടെയുണ്ട്. നിന്റെ വഴിയിൽ അപകടം വരുത്തുവാൻ, നിന്റെ വഴിയിൽ കെണികൾ ഒരുക്കുവാൻ, നിന്റെ വഴിയിൽ നിന്നെ തകർത്ത് കളയുവാൻ ഗൂഢാലോചന ചെയ്തുകൊണ്ട് നിനക്ക് വിരോധമായി പോരാടി നിൽക്കുന്ന ദുഷ്ടശക്തികൾ. പക്ഷേ ഒരു കാര്യം ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്തവൻ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പോരുകൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, ശത്രുക്കൾ നിന്റെ മുമ്പിൽ വീണു പോകും, വൈരികൾ നിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും, നിന്നോട് എതിർക്കുന്നവർ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ! ദൈവം തെരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ തർക്കം പൗലോസ് എഴുതുന്നുണ്ട്. നാം എന്തു പറയേണ്ടു? ഇത് സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. കുറ്റം ചുമത്തുന്നവനാര്? നീതീകരിക്കുന്നവൻ ദൈവം. കുറ്റം ചുമത്തുന്നവനാര്? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പിശാച് നിന്നോട് പറയും, നീ എപ്പോഴും ഒറ്റപ്പെട്ടു പോയി, ദൈവം കൈവിട്ടു. പെട്ടെന്ന് കോപിക്കുന്ന ഒരാളാണ്. ദൈവത്തെക്കുറിച്ച് ആളുകൾ ധരിച്ചു വച്ചിരിക്കുക. ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളോട് പറയും, പേടിപ്പിക്കും, ദൈവം ശിക്ഷിക്കും, ദൈവം അടിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ വളർന്നു കഴിയുമ്പോഴും എപ്പോഴും ശിക്ഷിക്കുന്ന ദൈവത്തെ ഓർമ്മ, അടിക്കുന്ന ദൈവത്തെ ഓർമ്മ. അതുകൊണ്ട് നീ എപ്പോഴും തെറ്റുകാരനാണെന്ന നിന്റെ മനസ്സിലെ ചിന്ത. നീ നിന്നെക്കുറിച്ച് ധരിക്കുന്നതിനേക്കാൾ നല്ലവനാ നീ നിന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു വച്ചേക്കുകയാണ്. നിന്നെക്കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് നീ നിന്നെ താഴ്ത്തേണ്ട കാര്യമില്ല. ദൈവവും ഭാഗം നിന്നെ താഴ്ത്തണമെന്നാൽ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പിശാചിൻ്റെ തന്ത്രമാണത്. നിനക്ക് കഴിവില്ല, കഴിയത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് ഒരു പിതാവ് വന്ന്, ഇപ്പം പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവന് മാർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ആൾ ആ കുട്ടിയെ എത്രമാത്രം താഴ്ത്തിപ്പറ അത്രയും പറയുക, ഇവൻ മണ്ടൻ, ഇവൻ തിരുമണ്ടൻ, ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് തള്ളിപ്പറയുക. ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ അതാ കയറുന്ന. അവൻ്റെ അപ്പൻ പറയുന്നു അവൻ തിരുമണ്ടനാണ്. ഏശാവും യാക്കോബും ജനിച്ചപ്പോൾ ട്വിൻസാണ്. ഏശാവ് പുറത്തു വന്നപ്പോൾ ഏശാവിൻ്റെ കാലയിൽ യാക്കോബ് പിടിച്ചിട്ടുണ്ട്. സൂതികർമ്മിണി പറഞ്ഞു, ഇവൻ ഉപായിയ കണ്ടോ, ആദ്യം ജനിക്കാൻ വേണ്ടി ചേട്ടൻ്റെ കാലെ പിടിച്ച് വലിക്കുക. ആ കുഞ്ഞൊന്നും അറിയത്തില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കുഞ്ഞിന് ഇതുവല്ലോ അറിയാം. പക്ഷേ സൂതികർമ്മിണി പറഞ്ഞു, ഇവൻ ഉപായി. അവരുടെ ഭാഷയിൽ ഉപായി എന്ന് പറഞ്ഞ യാക്കോബ്. സൂതികർമ്മിണി വിളിച്ചു, ഇവൻ ഉപായി, അവൻ യാക്കോബ. അമ്മ വിളിച്ചു, ഇവൻ ഉപായിയ. അപ്പൻ പറഞ്ഞു, ഇവൻ ഉപായിയ. നാട്ടുകാർ പറഞ്ഞു, ഇവൻ ഉപായിയ. ഇവൻ ധരിച്ചു, ഞാൻ ഉപായിയ. കാരണം എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഉപായങ്ങൾ കാണിക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ ഇന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കാൻ ചുവന്ന പായസം ഉണ്ടാക്കി. ചുവപ്പാണ് ദൂരെ നിന്ന് കാണുന്ന കളർ. ഇതാര് പഠിപ്പിച്ചെന്നറിയത്തില്ല. അവൻ ചുവന്ന പായസം ഉണ്ടാക്കി. കാരണം അവൻ്റെ അകത്ത് ലക്ഷ്യബോധം അത്രയുമുണ്ട്. അവന് വേണ്ടിയത് ജ്യേഷ്ഠാവകാശം. ചുവപ്പ് പായസം ഉണ്ടാക്കി ചേട്ടന് കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. കണ്ണു കാണാത്ത അപ്പൻ്റെ അടുക്കൽ ചെന്ന്, ഞാൻ നിൻ്റെ ആദ്യജാതനായ ഏശാവാണെന്ന് പറഞ്ഞ് ഏശാവിൻ്റെ ഉടുപ്പ് ഇട്ടോണ്ട് എന്ന് അനുഗ്രഹം തട്ടിയെടുത്തു. ഉപായം. ലാബാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആടുകൾ, നിറമുള്ള ആടുകൾ, പുള്ളികളുള്ള ആടുകൾ. അപ്പോൾ അത് കൂട്ടമായി ജനിക്കാനുള്ള പണികൾ അവൻ ചെയ്തു. ഉപായമാണ്. ഒരു ദിവസം പിടികൂടി ദൈവം. എന്റെ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഏശാവ് 400 ആളുകളുമായി എന്റെ നേരെ വരുന്നു. അവൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, ഞാൻ അവനെ കൊല്ലുമെന്നാണ്. എന്നെ
നിന്നെ കൊല്ലാൻ വരികയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം എന്നെ വിട, നേരം വിളിക്കാൻ വന്നില്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഒടുവിൽ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്തവാ? സകല നക്ഷത്രങ്ങളുടെയും പേരറിയാവുന്ന ദൈവം യാക്കോബിനെ വിളിക്കുക, നിന്റെ പേരെന്തവാ? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്, എൻ്റെ പേര് ഉബായി. ഇതാ നീ ധരിച്ചോണ്ട് നടന്നത്. ലോകക്കാർ നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്നാൽ നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുക. നിന്റെ പേര് ഇനി ഇസ്രായേൽ, ദൈവത്തോടു കൂടെ നീ പ്രഭുവാണ് എന്ന് ചിലരുടെ പേര് ദൈവം മാറ്റുകയാണ്. നിന്നെ കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഭോഷ്കാണ്, അവർ പറഞ്ഞത് വ്യാജമാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂടുന്നവരെ പാചിയല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. രണ്ടാമത്തെ അനുഗ്രഹം ദൈവം തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ദൈവം മുൻ നിയമിച്ചു, പ്രീ ഡെസ്റ്റിൻഡ്. ഇനി മാറ്റമില്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്തവരാണ്. നിന്റെ ഡെസ്റ്റിനി നിനക്ക് മാറ്റാനൊക്കത്തില്ല. നിന്റെ പാത സ്വർഗത്തിലേക്കാ. നീ കൃപയുടെ വഴിയിൽ കൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവം വീണ്ടെടുക്കപ്പെടുന്നവർ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിന്നെ വെട്ടിക്കളഞ്ഞില്ല. അവൻ പറഞ്ഞു, ശരി, ഇയാളിരിക്കട്ടെ. ക്ലാസ്സിൽ പരീക്ഷ നടത്തിയിട്ട് ടീച്ചർ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. അത് പരീക്ഷ കഴിഞ്ഞ് ചെയ്യാനൊക്കെ ഒരു ടീച്ചർക്ക്. ദൈവമാണ് പരീക്ഷ ഇട്ടതെങ്കിൽ ഒരു മാസം മുമ്പ് മാർക്ക് ലിസ്റ്റ് എഴുതി വെക്കാം. കാരണം അവൻ സർവജ്ഞാനിയാണ്. അപ്പം മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഈ കുട്ടിക്ക് ഇത്രയും മാർക്ക് വേണ്ടെന്ന് പറഞ്ഞ് വെട്ടിയില്ല. അവൻ നിന്നെ നിയമിച്ചു, അവനത് ഉറപ്പിച്ചു. അടുത്തത് 7 അനുഗ്രഹമാണ്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്ത് ന്യായത്തിലാണ് നമ്മെ മുൻനിയമിച്ചത്? എന്ത് ന്യായത്തിലാണ് നമ്മെ തിരഞ്ഞെടുത്തത്? പാപിയും ദോഷിയുമായിരുന്ന എന്നെ ലോകസ്ഥാപനത്തിൽ ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ എന്റെ പാപത്തിനൊന്നും ദൈവത്തിനൊരു വിഷയമല്ലേ? വെറുതെയല്ല തിരഞ്ഞെടുത്ത്, വെറുതെയല്ല മുൻ നിയമിച്ചത്. ദൈവം വില കൊടുത്തു. ദൈവം വില കൊടുത്തു. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തെ കോടി കോടി നക്ഷത്രങ്ങളുള്ള ഗാലക്സിയുള്ള ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ആകെ ചെലവായത് ഒറ്റ വാക്ക്, ഉണ്ടാകട്ടെ. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി വന്നു. നിങ്ങളെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നിരുത്താൻ, ദൈവവിധലാക്കുവാൻ ദൈവത്തിന് ചെലവായത് ഒറ്റ വാക്കല്ല. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർത്തിട്ട് അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമ്മൾ വെറുതെ കയറിയിരിക്കുകയല്ല, രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. നിന്നെ വിഴുങ്ങേണ്ടതിന് വൈരാഗ്യത്തോടെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ദുഷ്ടശക്തികൾ നിനക്ക് വിരോധമായി പാഞ്ഞു വരുമ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ട്, അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം നിനക്ക് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, രണ്ടാമതൊരു അടയാളമുണ്ട്, അഭിഷേകത്തിൻ്റെ അടയാളം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. 2 അടയാളമുള്ളത് കൊണ്ട് ദുഷ്ടപിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ പിശാചിനെ പേടിക്കരുത്, പിശാച് നിന്നെ പേടിക്കണം. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പതുക്കെ പതുക്കെ നടന്നു പോകും. അങ്ങനല്ല വേദപുസ്തകം. അവിടെ പറയുന്നു, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നീ എതിർത്താൽ അവൻ ഓടിപ്പോകും. നീ പേടിച്ചാൽ നിന്നെ പേടിപ്പിക്കും. പേടിയുള്ളവരെ പേടിപ്പിക്കുന്നവരാണ് സാത്താൻ.
ലോകത്ത് നടക്കുന്ന സകല സാത്താന്യ സേവയും പേടിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കുകയാണ്. മന്ത്രവാദങ്ങളായാലും ക്ഷുദ്രപ്രയോഗങ്ങളായാലും പേടിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കും. എന്നാൽ ഞാൻ പേടിക്കയില്ല എന്ന് നീ പറഞ്ഞാൽ ശത്രു നിന്നെ പേടിയാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുമെന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തി നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയും. ദൈവവചനം പറയുക, നിന്റെ കാലിൻ്റെ കീഴെ ഇട്ട് നിന്റെ ശത്രുവിനെ ദൈവം ചതയ്ക്കും. രക്തത്തിൻ്റെ അടയാളമുള്ളവർ നിന്നെ തൊടാനൊക്കത്തില്ല. രണ്ടാലോ ആദ്യത്തെ കാലത്ത് ഹിറ്റ്ലർ, ജർമ്മനിലെ ഹിറ്റ്ലർ ലോകത്തെ മുഴുവൻ വേട്ടയാടുകയാണ്. യഹൂദന്മാരെ കൊന്നുമുടിച്ചു. അവനാകെ പേടിയുള്ളത് ബ്രിട്ടീഷ് നേവി ആയിരുന്നു. ഒരു ഭൂഗോളം അവൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. അവനതിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഭൂഗോളത്തിൽ ബ്രിട്ടീഷ് ഐൽസ് എന്ന ആ ദ്വീപുകളില്ലായിരുന്നെങ്കിൽ, അവർക്ക് ഇത്രയും ശക്തിയുള്ള നേവി ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂഗോളത്തെ എന്നെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമായിരുന്നു. സാത്താൻ അത് തന്നെ പറയുന്ന കാൽവറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറയുന്നു, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ കാൽവറി ക്രൂശിൽ അവൻ്റെ രക്തം ചിന്തിയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ എൻ്റെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമായിരുന്നു. ദൈവജനം സാത്താനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷിന്മതിന് ഹേതുവായും ജയിച്ചു. യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ്റെ ജീവൻ വെച്ചു കൊടുത്തു. ബേത്ലഹേമിൽ പിറന്നു. 31.5 വയസ്സ് വരെ അവൻ ജീവിച്ചു. 31.5 വയസ്സായപ്പോൾ അവൻ്റെ ശരീരത്തെ യാഗമാക്കുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ പട്ടാളക്കാർ അവനെ പിടിച്ചു കെട്ടി കഴുത്തോണ്ടെടുത്ത് കെട്ടിയിട്ടിട്ട് പീലാത്തോസിൻ്റെ ഉത്തരവനുസരിച്ച് അവനെ അടിച്ചു. തോൽവാർ കൊണ്ട് അടിച്ചു. കുതിരയുടെ തോൽ വെയിലത്തിട്ടുണങ്ങി നാരുകളായി കീറിയെടുത്ത് അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടുകൾ ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ടതാണ് റോമൻ ചാട്ടവാറുകൾ. അത് ചേർത്ത് പിടിച്ച് വീശി അടിക്കുമ്പോൾ അനേകമായി തോൽവാറുകൾ അവൻ്റെ പുറത്ത് ചുറ്റിപ്പിടിക്കും. അതിൻ്റെ അറ്റങ്ങളുള്ള ഇരുമ്പ് ചൂണ്ടുകൾ ഇരുമ്പ് കൊളുത്തുകൾ അവൻ്റെ പുറത്തെ മാംസം കീറി കൊണ്ടുവരും. നടുകയും കുറുകയും അവരടിച്ചു. ഒരാൾ അടിച്ചു ക്ഷീണിക്കുമ്പോൾ മറ്റൊരാൾ വാങ്ങിച്ചടിച്ചു. അവൻ്റെ പുറത്തെ മാംസം മുഴുവൻ കീറി പറഞ്ഞു പോയി. അവൻ്റെ അസ്ഥികളൊക്കെ എണ്ണത്തക്കവണ്ണമായി. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ അവൻ വിരൂപനായി. അവനെ അടിച്ച് കീറി അവൻ്റെ പുറത്തുണ്ടായ മുറിവിന് വേദപുസ്തകം പറയുന്നൊരു വാക്കുണ്ട്, അടിപ്പിണർ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുപിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളിൽ നിന്റെ രോഗശാന്തി ദൈവം വെച്ചു. അവന്റെ അടിപ്പിണരിൽ നിന്റെ ആത്മാവിന്റെ സൗഖ്യം ദൈവം വെച്ചു. നിന്റെ ശരീരത്തിന്റെ സൗഖ്യം ദൈവം വെച്ചു. നിന്റെ മനസ്സിന്റെ സൗഖ്യം ദൈവം വെച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ ആ ക്രൂശം എടുത്തുകൊണ്ട് യെരൂശലേമിലെ വീതി കുറഞ്ഞ വഴിയിലൂടെ പട്ടണത്തിന് വെളിയിലുള്ള കാൽവറി മലയിലേക്ക് പോകണം. ഭാരമുള്ള ക്രൂശ് അവൻ്റെ പുറത്ത് താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൻ നടക്കുമ്പോൾ വേച്ചവൻ മറിഞ്ഞു വീണു. 3 സ്ഥലം ആ വഴിയിൽ പ്രത്യേകം അവിടെ കുരിശ് പണിത് വെച്ചിട്ടുണ്ട്. യേശു മറിഞ്ഞു വീണ സ്ഥലങ്ങൾ. ഇവനെ നടത്തിക്കൊണ്ട് പോകാനൊക്കത്തില്ല. ആരും ഒറ്റ യഹൂദനും ക്രൂശെ തുറത്തില്ല. ക്രൂശ ശാപത്തിൻ്റെ പ്രതീകമാണ്. റോമൻ പട്ടാൾക്കാരെ ഇവൻ്റെ ക്രൂശ് ചുമക്കത്തില്ല. അപ്പോൾ കണ്ടു ഒരു അടിമ വരുന്നു. ലിബിയ ദേശക്കാരന് ഒരു അടിമ. അവൻ പാടത്ത് പണിയെടുത്തിട്ട് വരുന്ന വഴി അവനെ നിർത്തിയിട്ട് പട്ടാളക്കാർ അവനെ നിർബന്ധിച്ചു ഈ ക്രൂശിൻ്റെ താഴത്തെ അറ്റം പൊക്കിപ്പിടിക്കാൻ. താഴത്തെ അറ്റം നിലത്ത് കിടന്ന് എഴയുകയാണ്. അതുകൊണ്ട് അവൻ വീഴുന്നത് ഉഴുതു മറിക്കുന്ന പോലെയാണ് ക്രൂശിൻ്റെ താഴത്തെ അറ്റം. അവിടെ പൊക്കിപ്പിടിച്ചാൽ യേശുവിന് നടന്നു പോകാം. അവൻ താഴത്തെ അറ്റം പൊക്കിപ്പിടിച്ചു. അവന്റെ പേര് ശിമയോൻ, കൂലിപ്പണിക്കാരൻ, ദരിദ്രൻ.
യേശുവിന്റെ ക്രൂശിന്റെ അറ്റം പൊക്കിക്കഴിഞ്ഞ് വലിയ മാറ്റമുണ്ടായി അവന്റെ വീട്ടിൽ. അവന്റെ മകൻ റൂഫോസ് റോമൻ ചക്രവർത്തിയുടെ കീഴില് ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. അവന്റെ മകൻ അലക്സാണ്ടർ ധനികനായ ഒരു വ്യാപാരിയായി തീർന്നു. രൂപോസിനോട് ചോദിക്കാൻ, രൂപോസേ, നിന്റെ അപ്പൻ ദരിദ്രനായിരുന്നല്ലോ, കൂലിക്കാരനാണല്ലോ, നീ ഇങ്ങനെ ഗവർണറായത്? അവൻ പറയാൻ ഒരു സംഭവമുണ്ട്. എൻ്റെ അപ്പൻ നസ്രയനായ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമന്നവനാ. യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കാൻ നിന്റെ ചെറിയ വല്ലതും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ സന്തതിക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ടാകും, നിന്റെ തലമുറയ്ക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ക്രൂശെടുത്തുകൊണ്ട് കാൽവരിയുടെ മുകളിലെത്തി പടയാളികൾ ക്രൂശ് വാങ്ങി നിലത്ത് വെച്ച് യേശുവിനെ പിടിച്ച് അതിൽ കിടത്തി. അവന് കൈകൾ വലിച്ചു വെച്ച് കാരിരുമ്പാണി അടിച്ചിറക്കി, പാദങ്ങൾ ചേർത്ത് വെച്ച് കാരിരുമ്പാണി അടിച്ചിറക്കി 3 ആണുകളിൽ പച്ചമര കുരിശിനോട് ചേർത്ത് യേശുവിനെ ബന്ധിച്ച ശേഷം അവർ കൈകളിൽ ആ ക്രൂശ് പൊക്കിയെടുത്ത് പാറയിൽ വെട്ടിയ കുഴിയിലിട്ട് ഉറപ്പിച്ചു. യേശുവിന്റെ യൗവന ശരീരം 3 ആണുകൾ കിടന്നു ഒലഞ്ഞു. അവന്റെ അസ്ഥികളൊക്കെ ബന്ധം വിട്ടുപോയി. അവന് നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. യേശു ഉറക്കെ നിലവിളിച്ചു. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? യേശുവിന് നിരവധി പോരാട്ടങ്ങളായിരുന്നു. ഗത്സമന തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യന്റെ പാപം യേശുവിനെ ചുമത്തുന്നത്. അപ്പോൾ തന്നെ അവനെ കൊന്നുകളയുവാൻ ദുഷ്ട പിശാചുക്കൾ അവനോട് പോരാടി. അവൻ്റെ രക്തധമനികൾ പൊട്ടി, വിയർപ്പിനോരെ ചോര തുള്ളികൾ വന്നു. അവൻ അപേക്ഷയാചനം കഴിച്ച് മരണത്തിന് വിടുവിക്കുന്ന ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ ഇവിടെ വിടുവിച്ചു. ശത്രുക്കൾ പോരാടുന്നു, പിശാചുക്കൾ പോരാടുന്നു. അവിടെ കൊണ്ടുവന്നു. അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ശാരീരിക ക്ലേശമുണ്ട്. അതിനേക്കാൾ കൂടുതലായിരുന്നു പൈശാചിക പോരാട്ടം. 22-ാം സങ്കീർത്തനം, ബാശാന്യ കൂറ്റന്മാർ എൻ്റെ നേരെ വന്നു, ഭൂമിഷ്ഠതയോട് അലർന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായ് പിളർക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. കാൽവരി മലയിൽ നായ്ക്കൾ ഇവിടുന്ന് വന്നു, ബാശാൻ കൂറ്റന്മാർ ഇവിടുന്ന് വന്നു, ഭൂമിഷ്ഠതയോട് അലർന്ന സിംഹങ്ങൾ ഇവിടുന്ന് വന്നു. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഞാനായി. ദുഷ്ടപിശാച് അവനോട് പോരാടുകയാണ്. ആ സമയത്ത് പിതാവായ ദൈവം അവൻ ആശ്വാസം തരുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പാപം ചുമക്കുന്ന പുത്രനെ കാണുവാൻ മനസ്സില്ലാതെ ദൈവം മുഖം മറച്ചു കളഞ്ഞു. അപ്പോഴാണ് അവൻ നിലവിളിച്ചത്. അവൻ ഉറക്കം നിലവിളിച്ചു. ആരാ നിലവിളിക്കുന്നത്? കാൽവരി മലയുടെ മുകൾ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ അലറി കരയുന്ന നിങ്ങൾ കേൾക്കുന്നുവോ? അവൻ ആരാണ്? ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിളിച്ചു വരുന്നവൻ, ആദിയിൽ വചനമായിരുന്നവൻ, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നവൻ, വചനം ദൈവമായിരുന്നവൻ, അവനാണ് ഉറക്കം നിലവിളിക്കുന്നത്. മത്തായി എഴുതുന്നു, അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നിങ്ങൾക്കും എനിക്കും വേണ്ടി അവൻ്റെ പ്രാണനെ അവൻ ഒഴുക്കിക്കളഞ്ഞു. അവന് നിലവിളി ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കണം. ദൂരെ ആ കാൽവരിയിൽ കിടന്നുകൊണ്ട് 33 വയസ്സുള്ള യേശു ക്രിസ്തു ദൈവത്തിനു മുമ്പിൽ ഉറക്കം നിലവിളിക്കുന്ന, വേദനയോട് നിലവിളിക്കുന്ന ആ നിലവിളി ഹൃദയത്തിനകത്ത് കേൾക്കണം. ഇത് മറക്കരുത്. അവൻ്റെ നിലവിളി അവൻ ജീവനെ വെച്ചു തന്നു. അവൻ മരിച്ചു. അവൻ ഡെഡ് ബോഡി യോസഫ് വാങ്ങിച്ച് കല്ലറയിൽ കൊണ്ടുവച്ചു. കല്ലറയുടെ വാതുക്കൽ വലിയ കല്ല് ഉരുട്ടി വെച്ചു. റോമൻ മുദ്ര അതിന്മേൽ പതിച്ചു. റോമൻ പട്ടാളക്കാർ കാവൽ നിന്നു. പക്ഷെ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. വെളിയിൽ റോമൻ പട്ടാളക്കാർ റോന്തി കിട്ടുമ്പോൾ ഇതിനകത്ത് ദൂതന്മാരുണ്ട് കല്ലറയ്ക്കകത്ത്. അതെങ്ങനെ അറിയാം? ഇസ്രായേലിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല. യേശു മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം ദ്രവിക്കുവാനോ പുഴുവരിക്കുവാനോ ബാക്ടീരിയ തിന്നാനോ അനുവദിക്കാതെ വേണം ദൈവത്തിൻ്റെ ദൂതന്മാരവിടെ കാവൽ നിന്നു.
മൂന്നാം ദിവസം രാവിലെ പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് പോയി. ദുഷ്ടപിശാചുക്കൾ വിചാരിച്ചു ഇവൻ മരിക്കുമ്പോൾ അവകാശം അവർക്കാകുമെന്ന്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ആദ്യം തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, സർപ്പം അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയുടെ സന്തതിയുടെ കാല് മുറിയുമ്പോൾ ആ മുറിഞ്ഞ കാലുകൊണ്ട് അവൻ സർപ്പത്തിൻ്റെ തലയെ ചവിട്ടി മെതിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം. ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. മനസ്സിലായവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ഉറക്കം നിലവിളിക്കുമ്പോൾ അവൻ്റെ കാലുകൊണ്ട് സർപ്പത്തിന് തലയെ അവൻ ചവിട്ടി അരയ്ക്കുകയാണ്, ചവിട്ടി മെതിക്കുകയാണ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതിനുള്ള വില അവൻ കൊടുത്തു. വെറുതെ ഇവിടെ വന്ന് കയറിയിരിക്കുകയല്ല. ഇങ്ങനെ ഒച്ചവെക്കാൻ ആര് അനുവാദം തന്നു? ഇങ്ങനെ കൈയടിക്കാൻ എങ്ങനെ പ്രാഗൽഭ്യം കിട്ടി? വിശുദ്ധന്മാരുടെ പന്തിയിലിരിക്കാൻ ആര് അനുവാദം തന്നു? ഒറ്റ മറുപടിയുള്ളൂ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്നെ കഴുകി. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്നെ വിശുദ്ധീകരിച്ചു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എനിക്ക് പ്രാഗൽഭ്യം തന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. അവൻ വീണ്ടെടുത്തു. അതാണ് മൂന്നാമത്തെ അനുഗ്രഹം. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചു. അവൻ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുത്തു. അവൻ നമ്മെ മുൻ നിയമിച്ചു. അവൻ നമ്മെ വീണ്ടെടുത്തു. അടുത്ത് പറയുന്നു, അവൻ ഇന്ന് അവകാശം പ്രാപിച്ചു. ദൈവത്തിൻ്റെ അവകാശികളായി, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി. യേശു ക്രിസ്തുവിന് എന്തെല്ലാം സ്വത്തുണ്ടോ അതിൻ്റെ കൂട്ടവകാശിയാണ് ഞാൻ. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നീതീകരണം, പാപത്തിൻ്റെ കടം വരുത്തിയ മനുഷ്യൻ വീട്ടാൻ നിവൃത്തിയില്ല. യേശു വന്ന് പറഞ്ഞു, നിന്റെ പാസ്ബുക്ക് കൊടുത്തോണ്ട് വാ, നിന്റെ കടത്തിൻ്റെ കണക്കെഴുതിയ പാസ്ബുക്ക് കൊണ്ടുവാ. യേശു പറഞ്ഞു, എൻ്റെ പാസ്ബുക്ക് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ദൈവത്തിൻ്റെ ബാങ്കിൽ ചെന്ന് ഈ പാസ്ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് യേശു പറഞ്ഞു, അവൻ്റെ കടം എൻ്റെ കണക്കിൽ എഴുതണം, എൻ്റെ സ്വത്തുക്കൾ അവൻ്റെ കണക്കിലെഴുതണം. ഇതിൻ്റെ പേരാ നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നല്ല, നിന്റെ സ്റ്റാറ്റസ് മാറി. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ സ്റ്റാറ്റസ് മാറി. ഹല്ലേലൂയ! അവനെന്ന് അവകാശം പ്രാപിച്ചു. അടുത്തത്, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടുമിരിക്കുന്നു. മുദ്രയിട്ടു. അവകാശത്തിൻ്റെ അച്ചാരം. ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ സകല പ്രോമിസുകളുടെയും ഒരു ഉറപ്പ്, നമുക്ക് ലഭിക്കാനുള്ള അവകാശത്തിൻ്റെ അഡ്വാൻസ് പേയ്മെന്റ്. ഒരു വസ്തു മേടിക്കാൻ വന്നു, എന്താ വില? 1 കോടി രൂപ വില. ഞാൻ ഗൾഫിൽ പോയിട്ട് പണം അയച്ചു തരാം, ഒരു അഡ്വാൻസ് ആയിട്ട് ഞാൻ 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പോയേക്കുക. ആളുകൾ പറയും അവൻ കളിപ്പിക്കും, അവൻ വരത്തില്ല, അവൻ വന്ന് കേസ് കൊടുക്കും. എന്നാൽ വേറെ ഒരുത്തം വന്ന് പറഞ്ഞു, ഞാൻ അഡ്വാൻസ് തരാം. വില എത്ര? വില 10 കോടി. ഞാൻ അഡ്വാൻസ് തരാം 9,90,00,000. 9,90,00,000 അഡ്വാൻസ് കൊടുത്തിട്ട് പോയി. ഇനി 10 ലക്ഷം കൊടുക്കാനുള്ളൂ. അവൻ വരുമോ? അവൻ വരും. അവൻ വാങ്ങിക്കുമോ? വാങ്ങിക്കും. എന്താ കാര്യം? അത്രയ്ക്ക് വലിയ അഡ്വാൻസാ. നിനക്ക് അഡ്വാൻസ് എന്താണെന്നറിയാമോ? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിനക്ക് അഡ്വാൻസായിട്ട് തന്നു. നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമാണ്, നമ്മുടെ അനുഗ്രഹങ്ങളുടെ അഡ്വാൻസാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ കൈയടിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് പരിസരം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് പ്രതികൂലങ്ങൾ വന്നാലും എഴുന്നേറ്റ് നടക്കുന്നത്. ഇനി ആത്മീയത്തിൽ പോകത്തില്ല, കൂട്ടായ്മയിൽ പോകത്തില്ല, മതിയെന്ന് നീ പറഞ്ഞ് കിടക്കയിലായിരുന്ന സന്ദർഭമുണ്ട്. പക്ഷേ നീ അറിയാത്തൊരു ശക്തി അകത്തോട്ട് വന്നിട്ട് നിന്നെ അവിടുന്ന്
പൊക്കി എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ പേര് അഭിഷേകത്തിൻ്റെ ശക്തി. അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ മേൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ 7 അനുഗ്രഹങ്ങൾ പ്രാപിച്ച സഭയോട് അടുത്ത് പറയുന്ന വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇത്രയും അനുഗ്രഹം കിട്ടിയില്ലേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം കിട്ടിയില്ലേ? അത് പോരാ, നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കണം. വെളിപ്പാട് കിട്ടണം. ആന്തരിക അറിവിൻ്റെ പേരാ വെളിപ്പാട്. ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് വെളിപ്പാട്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയ്ക്ക് കാഴ്ചയെന്ന ബൈബിൾ പറയുന്നത്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പുറമേയുള്ള കാഴ്ചയല്ല നമുക്കുള്ളത്, അകത്തുള്ള കാഴ്ചയാ. അവൻ 10,000 അതിസുന്ദരനാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഞാനിങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ എടുക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ കാണാൻ, യേശുവിനെ കാണാൻ. അപ്പോൾ അടുത്തേക്കിനോട് ചോദിക്കുക, ഏതാ യേശു ഒന്ന് കാണിച്ചു തരണേ. ദൂതന്മാരോട് ചോദിക്കുക, ഗബ്രിയേലേ ഏതാ യേശു ഒന്ന് കാണിച്ചു തരണമേ. ആരോടും ചോദിക്കത്തില്ല. അവനെ കാണുമ്പോഴേ നീ തിരിച്ചറിയും. കാരണം നീ അവനെ കാണാതെ ഇന്ന് സ്നേഹിക്കുക. നിന്റെ അകത്ത് അവൻ്റെ രൂപം അവൻ തന്നിട്ടുണ്ട്. അവനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ നിന്റെ പ്രിയനാണെന്ന്. വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. തന്നു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ അറിയണം? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി തുറന്നു, അങ്ങനെ ആ യേശുവിനെ അറിഞ്ഞത്. എന്നാൽ തുറന്നാൽ പോരാ, ഇനി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. 1, ദൈവം നിങ്ങളെ വിളിച്ചതിന് ദൈവത്തിനുള്ള ഉദ്ദേശം നിങ്ങൾ അറിയണം. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അവന്റെ ബലത്തിനും ബലവത്തിനും വ്യാപാരത്തിൽ വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ദി പർപ്പസ്, ദ പ്രൊവിഷൻ ആൻഡ് ദ പവർ. വെറുതെ ആലോചിക്കാനുള്ളൊരു ജീവിതമല്ല ദൈവം നമുക്ക് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളെ വിളക്കുകളാക്കിയിരിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആത്മാവിൽ തെളിഞ്ഞ അഭിഷേകം പ്രാപിച്ചു എന്നാൽ യോഗത്തിന് വരുമ്പോൾ കൈയടിക്കാനും ചലിക്കുവാനും വേണ്ടി മാത്രം കിട്ടിയതാണെന്ന് ധരിക്കരുത്. അതൊരു മോട്ടോർ പവറാണ്. ആ മോട്ടോർ ജോലി ചെയ്യാനുള്ള മോട്ടറാണ്. ആ ജോലി നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവം നിശ്ചയിച്ച ജോലി ചെയ്യാൻ നിനക്ക് സ്വയമായിട്ട് കഴിവില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കഴിവ് നിനക്ക് ദാനം തന്നതിൻ്റെ പേരാണ് അഭിഷേകം. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശം ചെയ്തു തീർപ്പാൻ നിനക്ക് സ്വന്തമായി പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രാപ്തി നിനക്ക് ദാനമായി തന്നതാണ് അഭിഷേകം. അഭിഷേകം പ്രാപിച്ചിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുവാനല്ല, നീ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്. നീ ആത്മാക്കളുടെ മുമ്പിൽ തേജസ്സോടെ ജ്വലിക്കണം. നീ മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നടത്തണം. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. നിന്റെ സ്വഭാവം കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്, നിന്റെ സംഭാഷണം കൊണ്ട് നീ വ്യത്യസ്തനാണെന്ന് നിന്റെ ചുറ്റുമുള്ള ആളുകൾ അറിയണം. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് നിന്നെക്കുറിച്ച്. കുറേ നാളിലൂടെ ജീവിച്ചിട്ട് മരിച്ചു പോകാനുള്ള പർപ്പസ് അല്ല നീ ചെയ്തു തീർക്കാൻ ഈ ഭൂമിയിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന ചില കാര്യമുണ്ട്. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും അടുത്തത് വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്നും. ദൈവം നിനക്ക് ശുശ്രൂഷ ചെയ്തു തീർക്കാൻ ആവശ്യമുള്ള മുഴുവൻ റിസോഴ്സും ദൈവം തരും. ദൈവത്തിൻ്റെ വിളിയുടെ പാക്കേജിൽ അതും ദൈവം വെച്ചിട്ടുണ്ട്. ഏലിയാവിനെ വിളിച്ച ദൈവം കെരീത്തോട്ടിൽ വെള്ളം കരുതിയിട്ടുണ്ട്. കാക്കയുടെ പക്കൽ അപ്പം കൊടുത്തു വിടും. വെള്ളം പറ്റിയപ്പോൾ സരാഫാത്തയിലെ ഒരു വിധവയുടെ വീട് ദൈവം കരുതിയിട്ടുണ്ട്. ഭരണിക്കകത്ത് എണ്ണയുടെ ഉറവ തുറന്നു, കലത്തിനകത്ത് മാവിൻ്റെ ഉറവ തുറന്നു. എന്താ കാര്യം? വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ആദ്യം കാക്ക കൊണ്ടുപോയിട്ട്, രണ്ടാമത് വേ കൊണ്ടുപോയിട്ട്, മൂന്നാമത് സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് ഏലിയാവെ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ അട കൊടുത്ത് വിട്ടു. നിന്നെ പോറ്റുവാൻ അനേകം മാർഗങ്ങൾ ദൈവത്തിനുണ്ട്.
നിന്നെ നടത്തുവാൻ അനേക മാർഗങ്ങൾ ദൈവത്തിനുണ്ട്. നിന്റെ ആശ്രയം ലോകത്തിലല്ല, നിന്റെ ആശ്രയം പ്രഭുക്കന്മാരിലല്ല, നിന്റെ ആശ്രയം ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിലാണ്. നീ അവനിൽ ശരണപ്പെടുമ്പോൾ നീ ലജ്ജിക്കുവാൻ അവനിട വരുത്തുകയില്ല. നിന്നെ വലിച്ചു താഴെ ഇടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, നീ ലജ്ജിച്ച് നടക്കുന്ന കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, നിന്നെ ഒന്നുമില്ലാത്തവനാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, നീ രോഗിയായി കിടക്കയിൽ നിരന്തരം കിടക്കാൻ വേണ്ടി പോരാടുന്ന ദുഷ്ടശക്തികളുണ്ട്, നിനക്ക് വിരുദ്ധമായി ചെയ്തു വിടുന്ന മന്ത്രങ്ങളുണ്ട്, പൂജകളുണ്ട്, ആഭിചാര ദോഷങ്ങളുണ്ട്, നേർച്ച കാഴ്ചകളുണ്ട്, നിനക്കെതിരായിട്ട് ആളുകൾ ഉച്ചരിച്ചു വിടുന്ന ദുഷ്ടവാക്കുകളുണ്ട്. പക്ഷേ ഇതൊന്നും നിന്നെ തൊടാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ബലത്തിന് വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കാൻ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അൺലിമിറ്റഡ് പവർ. ഇവിടെ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പോയാൽ ജനറേറ്റർ വർക്ക് ചെയ്യും. എത്ര KVയുടെയാ? 15 ആയിരിക്കും. എന്തോ 15 KV എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറിൻ്റെ അളവാണ്. ചിലതുണ്ട് 50 KV ഉണ്ട്, ചിലത് 100 KVയുടെ ഉണ്ട്. അതിൻ്റെ ഉപയോഗം അനുസരിച്ച് അതിൻ്റെ പവർ കൂടിയിരിക്കും. നിൻ്റെ അകത്ത് ദൈവം ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ആ ജനറേറ്ററിൻ്റെ പവർ പറയാമോ? എത്ര KVയാ? അതാണ് ഇവിടെ എഴുതിയ അൺലിമിറ്റഡ് പവർ. അവൻ്റെ ബലത്തിന് വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എപ്പോഴാണ് ശക്തി വ്യാപരിക്കാൻ? നീ വിശ്വസിക്കുമ്പോഴാണ്. എന്താ നീ വിശ്വസിക്കാൻ? ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം. അത് വിശ്വസിച്ച് നീ എടുത്തു ചാടുക. നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം വരുത്തുകയില്ല. വിശ്വാസത്താൽ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. എന്ത് വിശ്വസിക്കണം? ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കണം. ശൂന്യതയിലേക്ക് കാലുവെക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ കാലുവെച്ചു, നീ താഴെ പോകാൻ ഇടവരുത്തില്ല. യേശു കടലിന്റെ മുകളിൽ കൂടി നടന്നു വന്നു. രാത്രിയിൽ ശിഷ്യന്മാർ ധരിച്ച് ഭൂതം വരുന്നു. ഭൂതം യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്കും രാത്രിയിൽ യേശുവിനെ കണ്ടപ്പോൾ ഭൂതമാണെന്ന് തോന്നി. എന്താ കാര്യം? ഇതുവരെ അവർ കണ്ടിട്ടില്ല യേശു വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കാണുകയാണെങ്കിൽ ഞാൻ പറയും ഭൂതമാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടത് മാത്രം ചെയ്യാൻ അവനൊരു ബാധ്യതയുമില്ല. അവനെപ്പോഴും പുതിയ കാര്യം ചെയ്യുന്നവനാ. ഭൂതം, അയ്യോ ഭൂതം, അവർ നിലവിളിച്ചു. യേശു പറഞ്ഞു, പേടിക്കേണ്ടത് ഞാനാ. കർത്താവേ, അത് നീയാകുന്നുവെങ്കിൽ വെള്ളത്തിന് മുകളിൽ നടക്കുവാൻ നീ കൽപ്പിക്കണമേ. ഒറ്റ വാക്കേ യേശു പറഞ്ഞു, കം, വരിക. ശിമോൻ പത്രോസ് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. വെള്ളത്തിലോട്ട് കാലെടുത്ത് വെച്ചാൽ താണു പോകത്തില്ല. ഇല്ല, അവൻ ചവിട്ടിയത് വരിക എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കിൻ്റെ പുറത്താ. നിനക്ക് ചവിട്ടി ഇറങ്ങാൻ തക്കോണം ഉറപ്പുള്ളതാ യേശുവിൻ്റെ വാക്ക്. ഹല്ലേലൂയ. എന്നാൽ ചുറ്റുപാടുകൾ നോക്കി പരിസ്ഥിതി കണ്ടപ്പോൾ അവൻ താഴാൻ തുടങ്ങിയപ്പോൾ യേശു കൈ നീട്ടിപ്പിടിച്ചു. ആരാണോ നിന്നോട് ഇറങ്ങാൻ പറഞ്ഞത്, നീ മുങ്ങിത്താഴാൻ അവൻ സമ്മതിക്കയില്ല. അവൻ കൈ നീട്ടി നിന്നെ പിടിക്കും. ഇന്ന് രാത്രി യേശു വിളിക്കുന്നു, വരിക, വരിക. പാരമ്പര്യത്തിൻ്റെ പടകിൽ നിന്ന് ഇറങ്ങി വാ. സ്വയം പൊങ്ങച്ചത്തിൻ്റെ പടകിൽ നിന്ന് ഇറങ്ങി വാ. നീ ഇറങ്ങി വന്നാൽ നീ താണുപോകാൻ അവൻ അനുവദിക്കുകയില്ല. 12 അപ്പോസ്തലന്മാർ ഒരാൾക്ക് മാത്രമേ വെള്ളത്തിന് മുകളിൽ നടക്കാനത്തുള്ളൂ. 11 പേർക്ക് ഒത്തില്ല. 11 പേർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്. 11 പേർക്കും ആഗ്രഹമുണ്ട് വെള്ളത്തിന് മുകളിൽ നടക്കാൻ. എങ്ങനെ? ഈ പടകിൻ്റെ പകുതി വെള്ളം നിറയ്ക്കാം, എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാം. താഴ്വാണേലും പടകിലാണല്ലോ. ഇതാ മലയാളിയുടെ വിശ്വാസം. എല്ലാം വിശ്വാസമാണ്. പക്ഷേ അവൻ അതിന്
എന്തെങ്കിലും ഒരു സേഫ്റ്റി കണ്ടുവച്ചിട്ടേ വിശ്വസിക്കത്തുള്ളൂ. നീ കണ്ണടച്ച് എടുത്തു ചാടിക്കൂ, അവിടെ ദൈവം നീ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല. പൗരുഷൻ ടി വി ചാനൽ കണ്ടിട്ടുള്ളത് കൈ പൗരുഷൻ ടി വി ചാനൽ, താങ്ക് യു. ഒരു പ്രവചനം ഉണ്ടായി എന്നോട്, ടെലിവിഷൻ ചാനൽ തുടങ്ങണം. പ്രവാചകനെ ഞാൻ തിരുത്തി. ചാനൽ തുടങ്ങാനല്ല, ടി വി ചാനൽ പ്രസംഗിക്കാനാണ്. അയാൾ പറഞ്ഞു എനിക്കതറിയത്തില്ല, എന്നോട് ദൈവം പറഞ്ഞു ഇത് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പാസ്റ്റർക്ക് അറിയാവോ ടെലിവിഷൻ ചാനൽ എങ്ങനെയാണെന്ന്? അതിന് സാറ്റലൈറ്റ് വേണ്ടേ, അതെങ്ങനെയാണ് നടത്താൻ നോക്കുന്നത്? അയാൾ പറഞ്ഞു എന്നോട് ദൈവം പറഞ്ഞ കാര്യം പറഞ്ഞു, ബാക്കി എനിക്കറിഞ്ഞുകൂടാ. അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കാൻ തുടങ്ങി. ഞായറാഴ്ച സഭായോഗത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു ടി വി ചാനൽ തുടങ്ങുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഞാൻ ടി വി ചാനൽ തുടങ്ങുമെന്ന് വിശ്വാസമുള്ളവർ കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കി. ഇനി മാറാനൊക്കുമോ? ഇനിയിപ്പോൾ എടുത്ത് ചാടുകയുള്ളൂ. എടുത്ത് ചാടുക. എങ്ങനെ ചാടും? എങ്ങനെയാ ടി വി ചാനൽ? അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാ? അതിൻ്റെ എൻജിനീയറിങ് എങ്ങനെയാ? അതിൻ്റെ ആരെയെ കോണ്ടാക്ട് ചെയ്യേണ്ട ആരും പറഞ്ഞു തരത്തില്ല. ഒരു ടി വി ചാനലുകാരും പറഞ്ഞു തരത്തില്ല മറ്റുള്ളവർക്ക് അതിൻ്റെ ടെക്നിക്കുകൾ. വളരെ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഗൂഗിൾ സെർച്ച് നടത്തി, ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ദൈവം രണ്ടുപേരെ ഉപയോഗിച്ച്, അവരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, കേരളത്തിലുള്ള ടി വി ചാനൽ ജോലി ചെയ്ത ഒരാൾ. അയാൾ എൻജിനീയറായിരുന്നു. അയാൾ ഒരു ഹിന്ദുവാണ്, തമിഴ്നാട്ടുകാരനാണ്. അയാളുടെ വൈഫ് നേഴ്സാണ്. അവർ രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. ആ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ദൈവദാസൻ പറഞ്ഞെങ്കിൽ ചെയ്യാവുന്ന എല്ലാ ഉപകാരവും ചെയ്യണം. ടെക്നിക്കൽ സൈഡ് എല്ലാം പറഞ്ഞു. പിന്നെ പ്രോഗ്രാമിൻ്റെ സൈഡ് വേറൊരാൾ പറഞ്ഞു തന്നു. ഇതുകൊണ്ടൊന്നും ടി വി ചാനലാകത്തില്ല. ഇവിടെ വില്ലേജിൽ നിന്നൊരു കാര്യം സാധിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം നടക്കണം? 37 മേശകളിൽ പോകണം ഒരു ടി വി ചാനലിൻ്റെ അനുവാദത്തിന്. 3 സെറ്റ് അപേക്ഷ കൊടുക്കണം. ഹോം മിനിസ്ട്രി കൊടുക്കണം, ടെലികോം മിനിസ്ട്രി കൊടുക്കണം, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി കൊടുക്കണം. സാധാരണ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. രാഷ്ട്രീയക്കാരെ കൊണ്ടുപോകണം, മന്ത്രിമാരെ കൊണ്ടുപോകണം. ഒത്തിരി ആളുകൾ പ്രോമിസ് ചെയ്ത് ഞങ്ങൾ വരാം, ഡൽഹി വരാം, ഇത്ര കേട്ടു. ഒരാളെയും കൊണ്ടുപോയില്ല, 1 രൂപ കൈക്കൂലി കൊടുത്തില്ല. 4ാമത്തെ മാസം അനുവാദം കിട്ടി. അതിൻ്റെ പേരാ എടുത്തുചാട്ടം, വിശ്വാസത്തിൻ്റെ എടുത്തുചാട്ടം. 15 വർഷം കഴിഞ്ഞു, ഇന്നും ആ ചാനൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നടക്കുന്നു കണക്ക് വെച്ചാൽ എനിക്കറിയത്തില്ല. ഓരോ ദിവസവും വീണ്ടും ദൈവം തന്ന് അത്ഭുതകരമായിട്ട് നടത്തുന്നു. ദൈവം പറയുന്ന കാര്യം എത്ര അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് നീ കാലുവെച്ചാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചെറിയ കാര്യങ്ങൾ ചിന്തിക്കരുത്. നിന്റെ ദൈവം വലിയ ദൈവമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. കാരണം കൊച്ചു ദൈവമാണെന്ന് അതിൻ്റെ മനസ്സിരിക്കുന്ന. ദൈവത്തോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടിയത് ചോദിച്ചോണം, ഏറ്റവും വലിയത് ചോദിക്കണം. സ്വപ്നം കാണുമ്പോൾ നക്ഷത്രങ്ങൾ കാൽച്ചോട്ടിൽ വീഴുന്ന സ്വപ്നം വേണം കാണാൻ. പ്രൈസ് ദി ലോർഡ്. പേടി വരുന്ന പേക്കിനാവുകളൊന്നും കണ്ട് നിലവിളിക്കരുത്. നക്ഷത്രങ്ങൾ കാൽക്കൽ വീട് കിടക്കുന്നു, പക്ഷേ ശത്രുതയുണ്ടാകും. നിന്റെ ലക്ഷ്യം വലുതാകും തോറും ശത്രുക്കൾ കൂടുതലായിരിക്കും. നിന്റെ ദർശനം വലുതാകും തോറും എതിർക്കുന്നവർ കൂടുതലായിരിക്കും. നിന്റെ വെളിപ്പാട് നീ പറഞ്ഞു കഴിയുമ്പോഴേ നിന്നെ കൊല്ലാൻ അവർ തീരുമാനിക്കും. സ്വന്തം ചേട്ടന്മാർ പറഞ്ഞു ഇവനെ കൊല്ലാം.
എന്നിട്ട് അവന് സ്വപ്നം എങ്ങനെ നടക്കുമെന്നറിയാം. ഇവനോടല്ല വിരോധം, ഇവൻ കണ്ട സ്വപ്നത്തോടാ. നിന്നോടല്ല വിരോധം, നിന്റെ അകത്തിരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെയാണ് പോരാടുന്നത്, നിന്റെ ദർശനത്തിനെതിരെയാണ് പോരാടുന്നത്. ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റു 20 വെള്ളിക്കാശിന്. അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ട് ഒരു മനസ്സരിച്ചില്ല. ഇസ്മായിൽ കച്ചവടക്കാര് മിസ്രൈമിൽ കൊണ്ടുപോയി, ഈജിപ്തിൽ കൊണ്ടുപോയി. അവിടെ ഒരു പ്രഭുവിനെ ഇവനെ അടിമയാക്കി കൊടുത്തു. 17 വയസ്സ് വരെ അവിടെ നിന്നു. ചേട്ടന്മാരെന്ത് ചെയ്യും? പാസ്പോർട്ടുണ്ടോ, വീസ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? അന്യനാട്ടിൽ അടിമപ്പയ്യൻ, സഹായിക്കാൻ ആരുണ്ട്? ആരുമില്ല. എന്ത് മൂലധനമുണ്ട്? ഒരു മൂലധനമേ ഉള്ളൂ, ഒരു സ്വപ്നമൊത്ത് കിടപ്പുണ്ട്. ഈ പരിസ്ഥിതി നടക്കത്തുമില്ല. എവിടെ പോയി? കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും നല്ല പ്രായം, ഏറ്റവും ജീവിക്കേണ്ട പ്രായം, ഇവൻ കൽത്തുറുങ്കിൽ, അന്നത്തെ വളരെ കിരാതമായി കൽത്തുറുങ്കിൽ കാലെ ചങ്ങലയിട്ട് കിടക്കുക. തലമുടി വളർന്ന്, വസ്ത്രങ്ങൾ മാറാൻ കഴിയാതെ, കുളിക്കാൻ വെള്ളം ലഭിക്കാതെ, നരകയാതന അനുഭവിച്ച് കിടക്കുമ്പോൾ ഒറ്റ കാര്യം അവൻ്റെ മനസ്സിലുള്ളൂ, ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ. യോസേപ്പേ, നിനക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ? മറ്റാളിന് പറയില്ല. ഇവിടെ കിടന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചത്തുപോകും. 30 വയസ്സായില്ലേ, ഇനി കുറേ നാളിവിടെ കാണും. ഈ കൽത്തുറങ്ങാൻ ഇവനെ ആര് കുടിപ്പിക്കാൻ? ഇവന് പാസ്പോർട്ടും ഇല്ല, വീസായും ഇല്ല, ഇവനെ സഹായിക്കാൻ ഒറ്റ ആളുമില്ല. ഇവിടെ കിടന്ന് മരിക്കും. അതാ ലോകത്തിൻ്റെ ചിന്ത, അതാ അവർ നിന്നെക്കുറിച്ച് വരയ്ക്കുന്ന പ്ലാൻ. പക്ഷേ ഒരു ദിവസം രാവിലെ പാലസിൽ നിന്ന് ആള് വന്നിരിക്കുന്നു. ഇവിടെ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവനെ പാലസിലോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുക. പെട്ടെന്ന് കുളിപ്പിച്ച് ഒരുക്കി പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്നു. ഫറവോൻ സംസാരിച്ചു കഴിഞ്ഞ് പറയുക, ദൈവാത്മാവുള്ള ഈ പുരുഷനെ പോലെ മറ്റൊരുത്തരെ കണ്ടുകിട്ടുമോ? അതുകൊണ്ട് ഞാൻ കരുതാൻ പിന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഇവനാണ്. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ ഒരു പ്രതീക്ഷയില്ല കിടക്കുക. ഇന്ന് പ്രൈം മിനിസ്റ്റർ. നിന്റെ സ്ഥിതി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ നിമിഷം മതി. ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. അവന് സ്വപ്നം നടക്കാതിരിക്കാൻ അവനെ പൊട്ടക്കാട്ടിൽ വലിച്ചെറിഞ്ഞ ആ ചേട്ടന്മാര് ഒടിഞ്ഞ ചാക്കുമായിട്ട് ഒട്ടിയ വയറുമായിട്ട് ധാന്യം മേടിക്കാൻ വന്നു. അപ്പോൾ വയസ്സ് 38 വയസ്സായി കാണും യോസേപ്പിന്. അവനെ കണ്ടപ്പോഴേ എല്ലാവരും കൂടെ അവൻ്റെ മുമ്പിലോട്ട് വീണ് കിടന്ന്, മിസ്രൈമേ പ്രഭുവാണെന്ന് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ യോസഫ് താൻ കണ്ട സ്വപ്നം ഓർത്തു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അവർ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി സ്വപ്നം നിറവേറിയിരിക്കുന്നു. ദൈവം പറയുന്ന കാര്യങ്ങൾ എത്ര അസാധ്യമെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ സമയത്ത് അത് നിറവേറും. എല്ലാം പ്രതികൂലമായാലും ദൈവത്തിൻ്റെ സമയത്ത് അത് നിറവേറും. എല്ലാവരും എതിരായാലും എല്ലാ സാഹചര്യവും എതിരായാലും ദൈവത്തിൻ്റെ സമയത്ത് അത് നിറവേറും. ചേട്ടന്മാർക്ക് പറ്റിയ തെറ്റ് യോസേപ്പിനെ കിഴിയിലിടാൻ പറ്റി, അവന് സ്വപ്നത്തെ ഇടാത്തില്ല. യോസേപ്പിനെ വിൽക്കാൻ പറ്റി, അവന് സ്വപ്നത്തെ വിൽക്കാൻ പറ്റിയില്ല. യോസേപ്പിനെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ പറ്റി, അവന് സ്വപ്നത്തെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ല. അകത്ത് ദൈവം തന്ന സ്വപ്നമുള്ള കാലത്തോളം നിന്നെ ഒന്നും ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള യാത്ര, വലിയ ദർശനങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, വലിയ കാഴ്ചപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങണം. ചെറിയ കാഴ്ചപ്പാടുകളുമായി ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവർക്ക് അധികാരമുണ്ടെങ്കിൽ, അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ദൈവമൈതലേ നിന്റെ മക്കൾക്ക് അതിലേക്ക് വളർന്നു വരാൻ കഴിയാതിരിക്കുന്നത്? അവരെ ലിമിറ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി, അങ്ങനെ പോകണ്ട, അത് വേണ്ട, നമുക്കതിനുള്ള വകയില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കരുത്. അവർ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അവരെ ഉയർത്താൻ പോകുക. നിന്റെ സന്തതിയെ ദൈവം ഉയർത്താൻ പോകുക. നിന്റെ സന്തതിയെ ദൈവം മാനിക്കാൻ പോകുക. നിന്റെ സന്തതിയിൽ കൂടെ നിന്റെ സ്ഥിതി
ദൈവം മാറ്റാൻ പോവുക. ഇപ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് ദൈവം ഉന്നതമായ സ്ഥിതിയിലേക്ക് നിന്നെ മാറ്റുന്നത് നിന്റെ മക്കളിൽ കൂടെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം. എപ്പോൾ വിശ്വസിക്കുന്ന അപ്പോൾ ശക്തി വ്യാപരിക്കും. അതാ കണക്ഷൻ. ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അവിടുത്തെ ഫീസ് ഉരിപ്പായാലും ഇതെല്ലാം കെട്ടുപോകും. ഫീസ് കുത്താമെങ്കിൽ പിന്നെയും കത്തും. ആ ഫീസിൻ്റെ പേരാ വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഫീസ് കുത്തിയാൽ ഇതെല്ലാം കത്തും. വിശ്വാസത്തിൻ്റെ ഫീസ് പോയാൽ ഇതെല്ലാം കെട്ടുപോകും. നീ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നീ തോറ്റുപോകത്തില്ല. നീ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നീ ഓടിപ്പോകത്തില്ല. നീ വിശ്വസിക്കുമെന്നാൽ നീ ലജ്ജിച്ചു പോകത്തില്ല. നീ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നീ തലകുനിയണ്ട. എത്ര പേര് പറയും ഞാൻ വിശ്വസിക്കുന്നു? ഉറക്കെ പറ, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പ്രോമിസ് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തോലിക പ്രാർത്ഥനയാണ്. അപ്പോസ്തലൻ പ്രാർത്ഥിച്ച് അവർക്ക് നല്ലൊരു ഹോൾ ഉണ്ടാകണം, അവർക്ക് AC റൂം ഉണ്ടാകണം, അവർക്ക് വില കൂടിയ കാർ വേണം. ഇതൊന്നും പ്രാർത്ഥിച്ചില്ല. ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് നീ ആരാണെന്ന് നീ അറിയണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ച ധനം നീ അറിയണം. അതിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നീ അറിയണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൂരെ കാൽവൽ ഉയർത്തപ്പെട്ട ക്രൂശന്മേൽ നമുക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന അവസാനത്തിൽ രക്തവും ചിന്തിയ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, പാപത്തിൽ നിന്ന് അതിക്രമത്തെ വീണ്ടെടുത്തെന്ന് മാത്രമല്ല വലിയൊരു പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വലിയൊരു പ്രതീക്ഷ ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. ആ വലിയ പ്രതീക്ഷയുടെ ദർശനം ഉൾക്കൊണ്ട് കാലുവയ്പ്പാൻ നമുക്കിടയാക്കണം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന തീരുമാനമുള്ളവർ കൈവൊക്കി പിടിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഉയർത്തിയ കൈകൾ കാണുന്നുണ്ടല്ലോ. അവർ തീരുമാനത്തോടെ അറിയുന്നുണ്ടല്ലോ. അവരെ അത്ഭുത ഉപകരണങ്ങളാക്കി മാറ്റണമേ. കത്തിയൊലിക്കുന്ന തീപ്പന്തങ്ങളാക്കി മാറ്റണമേ. ആയിരക്കണക്കിന് ആളുകളെ നേടുന്ന അത്ഭുത വിഷയങ്ങളാക്കി തീർക്കണമേ. അഗ്നി നാവായിട്ട് അവരുടെ വായോട് കൂടെ ഇരിക്കണമേ. വലിയ ദർശനം കാണുന്ന കണ്ണുകൾ അവർക്ക് കൊടുക്കണമേ. അവിടുത്തെ വലിയ ശക്തിയാൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നൽകി അവരെ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.